സുജയ, ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ഈ വിഷയങ്ങൾ ശ്രീ മാത്യു കുഴൽനാടൻ കൊണ്ടുവന്നാലും ഗവൺമെൻറ് കൊണ്ടുവന്നാലും ഇതെല്ലാം നിയമസഭയിൽ സെറ്റിൽ ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഈ വിഷയങ്ങൾ കൊണ്ടുവരുന്നതും ഇതെല്ലാം സെറ്റിൽ ചെയ്യുന്നതും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ജനങ്ങൾ നോക്കി കാണാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ശ്രീ സജി സൂചിപ്പിച്ച സമയത്തും ശ്രീ അരുൺ സൂചിപ്പിച്ച വിഷയങ്ങൾ ഒരുമിച്ചൊന്ന് വായിച്ചാൽ ശ്രീ സജി എന്താ പറഞ്ഞത്? MA ബേബിയുടെ ബന്ധുവിൻ്റെ ഭൂമിയാണ് ശ്രീ മാത്യു കുഴൽനാടൻ വാങ്ങിയത്. അത് ഏത് കാലഘട്ടത്തിൽ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ. അതിനെ സംബന്ധിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ CPM-നകത്തും കോൺഗ്രസിനകത്തും തമ്മിൽ നടക്കുന്ന എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങുകളുടെയോ സെറ്റിൽമെൻറ്റുകളുടെയോ എല്ലാം ഭാഗമായി ഇതെല്ലാം മാറുകയാണ്. ഈ ഭൂമിയെ സംബന്ധിച്ച്, ഇതിൻ്റെ കൂടുതൽ ഭൂമി ഉണ്ടെന്നുള്ളതിനെ സംബന്ധിച്ചോ കയ്യേറ്റം ഉണ്ടെന്നുള്ളതിനെ സംബന്ധിച്ചോ എല്ലാം MA ബേബിയുടെ ബന്ധുവിൻ്റേതാണെങ്കിൽ അദ്ദേഹത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ അറിയാത്ത കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ അതെങ്ങനെ മാത്യു കുഴൽനാടനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു ഈ ഭൂമി? ഇത് മാത്യു കുഴൽനാടൻ്റെ കയ്യിൽ വന്നതിന് ശേഷമാണെങ്കിൽ ആ ഭൂമി ഇത്രയും കാലം എന്തുകൊണ്ട് ഇതിൽ നടപടിയൊന്നും സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല? അപ്പോൾ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നടപടികളുമായി മുന്നോട്ട് പോകാൻ കാലതാമസമുണ്ടായത്? ഇത് നിയമസഭയ്ക്കകത്തൊരു സെറ്റിൽമെൻറ്റിനുള്ള വേദി ഒരുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്, കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത്, നിയമസഭയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമുണ്ടാക്കി വലിയൊരു പ്രഹസനം നടത്തി കോലാഹലമുണ്ടാക്കി ശബ്ദകോലാഹലമാക്കി ഇറങ്ങിപ്പോക്ക് നടത്തി കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു രീതി ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇതൊരു സെറ്റിൽമെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറാൻ വേണ്ടി പോവുകയാണ്. ഈ എക്സാലോജിക്കിൻ്റെ കേസാണെങ്കിലും മാത്യു കുഴൽനാടന്റെ കേസാണെങ്കിലും ഇത് സെറ്റിൽ ചെയ്യാനുള്ള ഒരു വേദിയായി നിയമസഭ മാറാൻ വേണ്ടി പോകുന്നു. ഇതിപ്പോ കൃത്യമായിട്ട് റവന്യൂ വകുപ്പ് ഒരു സർവേ നടത്തുന്നു, ആ സർവേയിൽ അത് കണ്ടെത്തുന്നു, വിജിലൻസ് പരിശോധിക്കുന്നു, വിജിലൻസ് കണ്ടെത്തുന്നു. അങ്ങനെ കണ്ടെത്തിയ കാര്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. ഈ പറയുന്ന അനധികൃതമായ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു റെക്കോർഡിക്കൽ എവിഡൻസ് ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതെങ്ങനെയാണ് നിയമസഭയിൽ സെറ്റിൽ ചെയ്യാൻ കഴിയുക? ആ വിഷയത്തെ സംബന്ധിച്ച് മാത്യു കുഴൽനാടനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ ആധാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളിതുവരെ ഇന്ന് ഈ നടപടികൾ നടക്കുന്നു, ഇന്നലെ ഈ നടപടികൾ നടന്നു. ഈ വിഷയമില്ലാതെ അതെങ്ങനെയാണ് നിയമസഭയ്ക്കകത്ത് സെറ്റ്? ഇനി നിയമസഭയ്ക്കകത്ത് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യാൻ കഴിയുക? നമ്മൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്, നമ്മൾ വസ്തുതാപരമായിരിക്കണമല്ലോ. ഇന്നിപ്പം നമ്മുടെ ചോദ്യം, ഈ നടപടികൾ നടന്നത് ഇത്ര വേഗത്തിലായി പോയത് എന്തുകൊണ്ടാണ്? അതൊരു പ്രതിരോധം തീർക്കുകയാണോ എന്ന മട്ടിലാണ് നമ്മുടെ ചോദ്യം വന്നത്. അത് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. താങ്കൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും ഒരു പ്രശ്നമല്ല, നിയമസഭയിൽ ചില ഉത്തരവുകൾ കാണുന്നത്. അങ്ങനെ പറ്റില്ലല്ലോ. ഇതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അറിയാമല്ലോ. You are watching Reporter Evening Show.